ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഐ തിങ്ക് സെപ്റ്റംബർ 20th അടുത്തൊക്കെ ആയി അല്ലേ, 20-21 ആയി. നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു അവസാനത്തെ ഒരു 10 ദിവസം അതിൻ്റെ ഉള്ളിൽ, അതായത് അല്ലെങ്കിൽ ഒക്ടോബറിനുള്ളിൽ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒക്ടോബറിന് മുമ്പ് നിങ്ങൾക്ക് ഈ അടുത്ത 15 ദിവസത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. സോ ഓക്കെ, 10 of Pentacles, 9 of Cups, Page of Wands, 6 of Cups, High Priestess. Okay, strength. Okay. Just Chariot, 3 of Swords and Hermit. And ഇവിടെ ഇത് ഡെവിൾ കാർഡ് ഉണ്ട്. ഇവിടെ ഡെവിൾ ആൻഡ് ലവേഴ്സ് ഇവിടെ ഉണ്ട്. മെയിൻ എനർജി നമ്മുടെ ഷാഡോ എനർജി എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ ഒരു ബോട്ടം ഡെക്ക് എനർജി നമ്മുടെ ഓവറോൾ റീഡിങ്ങിൻ്റെ ഒരു എനർജി ആയിട്ട് നമ്മൾ എടുക്കും. സോ അതിൽ എനിക്ക് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്ന രീതിയിലാണ്. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്, പേടികളുണ്ട്. ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം എനിക്ക് കാണുന്നത്, നിങ്ങൾ ഒരു കൺഫ്യൂഷൻ, അതായത് ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിൻ്റെ ഒരു പോയിന്റ് എത്തി നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായിരിക്കാം. സോ ലവേഴ്സ് എനർജി പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആവാട്ടോ. ഓക്കെ, ഞാനത് ലവേഴ്സ് വന്നുകൊണ്ട് പറയുന്നു. എനിവേ, ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോയ്സ് എടുക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആരെ വേണം, എന്ത് ജോലി, ഇപ്പോൾ 2 ജോലിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ, അതിൽ ഏത് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണം മുന്നോട്ട്, അങ്ങനെ ഒരു ഡിസിഷൻ്റെ ടൈമാണ്. ഇവിടെ 10 of Pentacles, 9 of Cups ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ആഗ്രഹം ആക്ച്വലി ഫുൾഫിൽ ആവും എന്നാണ് കാണുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് എന്ന രീതിക്ക് ഉണ്ട്. അത് നമ്മൾ ഇന്നലെയും ഐ തിങ്ക് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ട്, സ്റ്റേബിൾ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് പണം സ്പെഷ്യലി ഫൈനാൻഷ്യലി ആണല്ലോ നമ്മളെല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. സോ അതിന് ഫൈനാൻഷ്യൽ ഇല്ലാതെ നടക്കില്ല അല്ലേ. സോ ആ രീതിക്ക് ഇവിടെ എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടത് കിട്ടും എന്ന രീതി കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഫാമിലി, ഞാൻ ജനറൽ ഓർമ്മ വെച്ചത് അബദ്ധമായിപ്പോയി, വല്ലാത്ത സൗണ്ട്. എനിവേ, 10 of Pentacles പറയുമ്പോൾ നമ്മൾ ഹാപ്പി ഫാമിലി എന്ന രീതിയിലാണ്. ഫാമിലിയെ കെയർ ചെയ്യുക, എല്ലാവരുടെയും കാര്യങ്ങൾ നടന്നു പോവുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിരിക്കും. അതുമാത്രമല്ല, ഈവൻ നിങ്ങൾ സ്റ്റഡി ആയിട്ട്, സ്റ്റേബിളായിട്ട് ഒരു ലൈഫ്, പ്രത്യേകിച്ച് ഫാമിലിയുടെ കൂടെയൊക്കെ നിങ്ങളൊരു ഹാപ്പി എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 9 of Cups നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഫുൾഫിൽ ആവുന്ന രീതിയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു പ്രഗ്നൻസിയുടെ ചാൻസസ് ഉണ്ട്. നിങ്ങൾ സപ്പോസ് പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ചാൻസസ് ഉണ്ട്. ഇല്ലാത്തവർക്ക് ജെൻസനായാലും നിങ്ങളുടെ വീട്ടിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ആക്ച്വൽ ഇത് മാത്രമല്ല, മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കും കൂടി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മുന്നോട്ട് പോകുന്ന രീതിക്കും പറയാം അല്ലേ. ഒരു പുതിയ കുട്ടി ജനിക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മളെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. സോ അതിനെയും ആയിരിക്കാം കാണിക്കുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിനെ ആയിരിക്കാം കാണിക്കുന്നത്. അഗൈൻ കുട്ടികൾ കുറച്ച് പേർക്ക് ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യെസ് നടക്കും, അല്ലാത്തവർ സൂക്ഷിച്ചോളാം. എനിവേ, ഇവിടെ പേജ് ഓഫ് വാൻസ് എനർജിയാണ്. സോ നിങ്ങൾ അഗൈൻ ഇവിടെ ഒരു ഐഡിയയുടെ കാര്യമാണ്, ഒരു ഐഡിയ എന്ന രീതിക്ക്. സോറി, ഭയങ്കര സൗണ്ട് താഴെ, ഒരുപാട് ഡിസ്റ്റർബൻസ് വന്നു, സോറി. ഇവിടെ പേജ് ഓഫ് വൺസ് കാണിക്കുന്നത് നിങ്ങളുടെ അഗൈൻ എന്തെങ്കിലും ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും എന്തെങ്കിലും തുടക്കങ്ങളുടെ കാര്യമാണ് വീണ്ടും. സോ അഗൈൻ ഇവിടെ എല്ലാം പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും എന്ന രീതി കാണുന്നുണ്ട്. ഐഡിയാസ് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിലും നിങ്ങൾ ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉപയോഗിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന രീതിക്കാണ്
നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അഗെയിൻ ഇവിടെയും എല്ലാത്തിലും എനിക്ക് ഒരേ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ലോണം അതുകൊണ്ട് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് വരിക. ഫൈനാൻഷ്യലി മാത്രമല്ല, നിങ്ങൾ സാറ്റിസ്ഫൈ ആയിട്ട് ഫീൽ ആവും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആയി എന്ന് നിങ്ങൾക്ക് തോന്നാം. സോ ആ രീതിക്ക് ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ഇവിടെ കുട്ടികളെ കുറിച്ച് വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങളുടെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ ഒരു മിസ്സിങ് എനർജി പറയാം. ഓക്കെ, നിങ്ങളൊരല്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഇടയിലും നിങ്ങളെല്ലാം യെസ് നേടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരല്പം നിങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മേ ബി ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കാണാനൊന്നും സമയം കിട്ടാതെയൊക്കെ ആയിരിക്കാം, അങ്ങനെ മിസ് ചെയ്യുന്നതായിരിക്കാം. ഒരാളെ മിസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ചെറുപ്പകാലം നമ്മൾ മിസ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. നമ്മൾ അല്ലെങ്കിൽ വീട്, ഫാമിലി ഒക്കെ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി നിങ്ങൾ ഉയരും. എൻ്റെ അത് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. സ്പെഷ്യലി സ്പിരിച്വലി എനിക്ക് കുറച്ചുകൂടി നിങ്ങൾ ഇവോൾവ് ആവുന്നതായിട്ട്, നിങ്ങൾ ചില നോളജ് ഗെയിൻ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, മേ ബി ടാരോ പഠിക്കാൻ ഓക്കെ ടാരോ ആയിരിക്കാം, അല്ലെങ്കിൽ ജ്യോതിഷോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിക്കുള്ള എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും പ്രേയേഴ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. വല്ല ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും. ബിക്കോസ് ഐ തിങ്ക് ആ സ്പിരിച്വലി കുറച്ചുകൂടി നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് എനർജി ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഇല്ല കൺട്രോൾഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ആക്ഷൻസിനെയൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യുന്ന ഒരു ലെവലല്ല ഇപ്പം എനിക്ക്. ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, കാര്യങ്ങൾ വേഗം ചെയ്യണം, വേഗം മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് നിങ്ങൾ കെയർഫുൾ ആണ് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ കെയർഫുൾ ആവുക. ഓക്കെ, എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക, കുറച്ച് കെയർഫുൾ ആവുക എന്ന രീതിയിൽ. ആൻഡ് ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് എന്താണോ വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നല്ലത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സ് ചെയ്യുന്ന ഐ തിങ്ക് ഇന്നലത്തെ എനർജി സിമിലർ എനർജിയാണ്. സോ നിങ്ങൾക്ക് ന്യായം യൂണിവേഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റിസ് വരും എന്ന രീതിയെ കുറച്ച് പേർക്ക് അഗെയിൻ ഇന്നലെയും ഞാൻ പറഞ്ഞു, കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതിൽ ന്യായം കിട്ടും. അല്ലാത്തവർക്ക് ലൈഫിലും നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും ഇവിടെ ഒരാൾ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിനുള്ള റിസൾട്ട്. ഈ 10 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം അബണ്ടൻസ് എന്ന രീതിക്കാണ്, ഫൈനാൻഷ്യലി സ്പെഷ്യലി, അല്ലെങ്കിൽ ജോലിയിൽ, കരിയറിൽ, പ്രൊമോഷൻ, ജോലിയിൽ നല്ലൊരു സ്ഥാനം എന്ന രീതിക്കൊക്കെ എടുക്കും. ഈവൻ ഫാമിലിയിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടുക, മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റഡ് സ്ഥാനം കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ അത് ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത് തന്നെയാണ് അത് യൂണിവേഴ്സ് നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിനുള്ള റിസൾട്ട് യൂണിവേഴ്സ് തരും. ഓക്കെ, ആൻഡ് ഇവിടെ ചാരിയറ്റും അഗെയിൻ പറയുന്ന ചോയ്സിൻ്റെ കാര്യമാണ്. ഇവിടെയും ചോയ്സ് രണ്ട് ഇതിലും നിങ്ങൾ മേ ബി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ഫോക്കസ് ഒരു ഇതിലേക്ക് കൊണ്ടുവരും നിങ്ങൾ. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിനെ എന്താണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ഒരു ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിലാണെങ്കിൽ അത് ചാരിറ്റ് അങ്ങനെയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുമാണ്. ലൈക്ക് പ്രോജക്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് നടക്കും. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോവും. നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തി ഇതുവരെ ഒന്ന് സ്ലോ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ആ രീതിക്കൊരു എനർജി കാണുന്നുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾ ധൈര്യത്തോടെ, കോൺഫിഡൻസോടെ നിങ്ങൾ ഫോക്കസ് ആദ്യം ഒന്നിലേക്ക് കൊണ്ടുവരിക. ഞാൻ അഗൈൻ ഇവിടെയും ചോയ്സ് പറഞ്ഞു, ഇവിടെയും ചോയ്സ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആ ഉറപ്പിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാം സ്മൂത്തായിട്ട് നടക്കും. ഇവിടെ ചില വിഷമങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. അഗൈൻ ഇവിടെ നോസ്റ്റാൾജിയുടെ താഴെയാണത് വന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു വിഷമവും ഉണ്ട് ഒപ്പം. ഓക്കെ, യെസ്, നിങ്ങൾ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഇവിടെ അഗെയിൻ ഹെർമിറ്റു ആണ് പറയുന്നത്. എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചില സീക്രട്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ സീക്രട്ടായിട്ട് ചിലപ്പോൾ ആരെങ്കിലും മിസ് ചെയ്യുന്നു, സീക്രട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന രീതിക്കുണ്ട്. പോസിറ്റീവ് ഉണ്ട് കാര്യങ്ങൾ. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒപ്പം ചെറിയൊരു നെഗറ്റീവ് എനിക്കിവിടെ നെഗറ്റീവ് അല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വേദനകൾ, ചില വിഷമങ്ങൾ, പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മ, അങ്ങനെയും പറയാം. ഓക്കെ, ഇത് നമ്മുടെ ചൈൽഡ്ഹുഡ് മാത്രമല്ല, ചെറുപ്പകാലം മാത്രമല്ല, ഈവൻ നിങ്ങൾ ഇതുവരെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഓക്കെ, ചിലത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അത് നിങ്ങളുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സീക്രട്ട് നിങ്ങൾ ചിലപ്പോൾ പുറമേ നിങ്ങൾ എല്ലാം അടിച്ചു പൊളിച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ, പക്ഷെ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷമവും കൂടി കിടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു സീക്രട്ട്
ഒരു ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കാണാം, ഒരു വിഷമം നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടാവും, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചിരിച്ച് കാണിച്ചാലും അല്ലേ. സോ ഐ തിങ്ക് അങ്ങനെ ഒരു എനർജി എനിക്ക് ലേശം വരുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടുന്ന നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം, അതിനെ നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ടുണ്ട്. സോ മേ ബി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ എന്ന രീതിക്ക് നിങ്ങൾ അതിനെങ്ങനെ ലെറ്റ് ഗോ ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കാം കുറച്ച് പേർക്ക്. പക്ഷെ അത് നിങ്ങളുടെ ഒരു കാര്യം പറയാം, അത് നിങ്ങളെ തടയും. ഓക്കെ, ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. സോ ഈ ഒരു ചോയ്സ്, ഈ ഒരു തീരുമാനം, ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സൊന്ന് വിട്ട് കളയാനുണ്ട്. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ചിന്ത, മേ ബി ഈ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓക്കെ അതും ഒരു നെഗറ്റീവ് ചിന്തയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അത്ര വേഗം, അതായിരിക്കാം. കാരണം നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്തുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ബി കെയർഫുൾ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്ത് വരണം. നിങ്ങൾ തന്നെ പുറത്ത് വരാനുള്ള ശ്രമം നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരു ഗോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ട ലൈഫിൽ, അതിനെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. യെസ്, പാസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ തനിച്ചിരിക്കാൻ തോന്നും, ഓക്കെ, മാറിയിരിക്കാൻ തോന്നും. ഇത് രണ്ടും ആക്ച്വലി സൈലൻസും തനിച്ചിരിക്കലും ഒക്കെയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഉൾവലിയേണ്ടി വരും. ഓക്കെ, ബട്ട് അപ്പോഴും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കായിട്ട് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, യെസ്, മനസ്സിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പലതും മുന്നോട്ട് കരുതി വെച്ചിട്ടുണ്ട്. സോ കീപ് ഗോയിങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ അടുത്ത 15 ദിവസം ഐ തിങ്ക് നിങ്ങൾ വളരെ മുന്നോട്ട് പോവും. യു വിൽ ട്രൈ ടു മൂവ് ഓൺ, യു വിൽ ട്രൈ ടു ഗോ ഓൺ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു സൈലൻസും ഒരു വിഷമവും സങ്കടവും ഒക്കെ കാണുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ കുറച്ച് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. endless possibilities, roses kiss, exposed and revealed, spirit of gratitude and smoke and mirrors. Okay, the land between, again കൺഫ്യൂഷൻ്റെ കാര്യമാണ്. വീണ്ടും ആക്ച്വലി ഹീലിംഗ് ദ ഹാർട്ട് ഉണ്ട്. ഓക്കെ, ഇതേ കാർഡാണ്. നിങ്ങൾക്ക് ചില വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ കാർഡ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അത് കാണിക്കാൻ പാടില്ല. സോ യൂട്യൂബ് ബാൻ ചെയ്ത് വിടുക തന്നെ. ഓക്കെ, അത് ചില കാർഡ്സ് അങ്ങനെയാണ്. എനിവേ, ഹീലിംഗ് ദ ഹാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 3 of Swords, നിങ്ങൾക്ക് എന്തോ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു മുമ്പ് എന്തെങ്കിലും വേദനകൾ കിട്ടിയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആ വേദനകൾ അത് ഹീലായിട്ട് വരും. ഓക്കെ, അത് ഹീലായിട്ട് വരും. നിങ്ങൾക്കത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സംഭവിച്ച കാര്യം എന്ത് തന്നെയായാലും ഓക്കെ അത് നിങ്ങളെ എന്താ പഠിപ്പിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ലാൻഡ് ബിറ്റ്വീൻ അഗെയിൻ ചോയ്സിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളിപ്പോൾ ഐ തിങ്ക് ആ ഒരു ഡിസിഷൻ്റെ സമയമാണ്. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകണോ അതോ യുനോ ആ ഒരു എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്, ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. രണ്ടിൻ്റെ ഇടയിൽ പെട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കില്ല. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇപ്പോൾ ഐ തിങ്ക് ആ ഒരു കൺഫ്യൂഷൻ്റെ സ്റ്റേജാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, അഗെയിൻ എൻലെസ് പോസിബിലിറ്റീസ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനെ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവിടെ റോസസ് കേസ് എന്ന് കാണുന്നുണ്ട്. ഒന്ന്, യെസ്, ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. നിങ്ങൾ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ റോസസ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ്, സന്തോഷം എന്നെടുത്തോളൂ. ഓക്കെ, പക്ഷേ എപ്പോഴും ഞാൻ ഇത് കാർഡ് കാണുമ്പോൾ എനിക്ക് തോന്നുക ഇതിൽ മുള്ള കുറച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നും കൂടെ മുള്ളും ഉണ്ടാവും എന്ന രീതിയിൽ. പൂവ് ഉണ്ടാവും, യെസ്, പൂവിൻ്റെ ഒപ്പം കുറച്ച് മുള്ളും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ജീവിതം അല്ലേ. സോ എല്ലാം നമ്മൾ നേരിട്ട് മുന്നോട്ട് പോവുക എന്തായാലും. പക്ഷെ അതിലും നല്ലതുണ്ട് എന്നുകൂടിയാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ സീക്രട്സ് അല്ല, എക്സ്പോസ്ഡ് ആൻഡ് റിവീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് അറിയുന്നതായിരിക്കാം. ഒരു എന്തോ കണ്ടുപിടിക്കുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെയും ഉണ്ടായിരുന്നു ആ ഒരു എനർജി. പേജ് ഓഫ് സോർഡ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. സോ മേ ബി ഈ ഒരു തീരുമാനം എടുക്കാൻ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ പറയില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീരുമാനം എടുക്കാൻ പറ്റും. സോ ഓവറോൾ നിങ്ങളോട് പറയുന്ന സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സ് തരുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്, നല്ല ബ്ലെസ്സിങ് ആയിട്ട് തരുന്നുണ്ട്. സോ അതിനൊക്കെ നന്ദി പറയാം എപ്പോഴും. അഗെയിൻ സ്മോക്ക് ആൻഡ് മിററും ഉണ്ട്. ആൻഡ് ഇവിടെ ഇതും രണ്ടും ആക്ച്വലി എവിടെയോ നിങ്ങൾ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ കാർഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ പേജ് ഓഫ് സോർട്സുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, ക്ലിയർ ആവും, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പഠിക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിരിക്കാം, സിറ്റുവേഷൻ മനസ്സിലാക്കാനായിരിക്കാം, ഏതെങ്കിലും വ്യക്തികളെ മനസ്സിലാക്കാനായിരിക്കാം. സോ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ചില മറിഞ്ഞിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും നിങ്ങളെ മുന്നോട്ട് പോകാൻ അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, അല്ലാതെ മോശമല്ല ഒരിക്കലും. പക്ഷെ അത് ക്ലാരിറ്റി കിട്ടുമ്പോൾ, ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ അത് അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നും ഇരിക്കും, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, ബട്ട് ഇറ്റ് വിൽ ബി ഫോർ യുവർ ഗുഡ് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 38, 49, 38, 9, 42, 43, 21 ആൻഡ് ഇവിടെ ഈ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് 40. ഓക്കെ, അതും 40 ആണ്. സോ 4 എനർജി ഇവിടെ ഉണ്ട്. 38 പറയുമ്പോൾ 11, 2, 9, ഇവിടെ 6, 7, 3. ഓക്കെ, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം, നിങ്ങൾക്ക് എന്തെങ്കിലും മാച്ച് ഉണ്ടാവാം. ഓക്കെ, 4ൻ്റെ എനർജിയാണ് കൂടുതൽ വന്നത്. അപ്പോൾ 4 എനർജി പറയുമ്പോൾ ആക്ച്വലി നമുക്ക് സ്റ്റെബിലിറ്റി വരലും നമ്മുടെ ലൈഫിൽ സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അത് ഓൾറെഡി ഇവിടെ കണ്ടു ഞാൻ. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ വളരെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുക എന്ന രീതിക്കൊക്കെയാണ്. ഒരുപാട് കുറഞ്ഞല്ലോ ഇവിടെ. ഓക്കെ, നോക്കാം. സോ എനിവേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ വരും, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും. ഞാനും പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.